അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ കടൽക്കരയോട് ചേർന്നായിരുന്നു അയാളുടെ ഫാം. മാസങ്ങളായി അയാൾ ഒരു സഹായിയെ തേടുകയായിരുന്നു. പക്ഷെ ആരും ജോലി ചെയ്യാൻ തയ്യാറായില്ല. എല്ലാവർക്കും കടൽക്ഷോഭം ഭയമായിരുന്നു. ഗ്രാമത്തിലെ പലരോടും ചോദിച്ചു. കാറ്റ് വീശുമ്പോൾ എല്ലാം നശിക്കും എന്നാണ് അവർ പറഞ്ഞത്. നിരാശയോടെ അയാൾ മറ്റൊരു പരസ്യം പതിച്ചു. ഒരു ദിവസം ഒരു യുവാവ് പരസ്യം കണ്ട് ജോലിക്ക് വന്നു. കർഷകൻ ചോദിച്ചു, നിനക്ക് ഇതുപോലെ ഒരു ഫാമിൽ ജോലി ചെയ്ത് പരിചയമുണ്ടോ? യുവാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അനുഭവം കുറവാണ്, പക്ഷേ കാറ്റ് വീശുമ്പോഴും എനിക്ക് ഉറങ്ങാൻ കഴിയും. ആ മറുപടി കർഷകനെ ആശയക്കുഴപ്പത്തിലാക്കി. കാറ്റ് വീശുമ്പോഴും ഉറങ്ങുമെന്നോ? കർഷകന് ഒരു സഹായി ആവശ്യമായിരുന്നതിനാൽ തിരിച്ചൊന്നും ചോദിച്ചില്ല. അയാൾ യുവാവിനെ നിയമിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. യുവാവ് വളരെ ഹാർഡ് വർക്കറായിരുന്നു. ദിവസവും രാവിലെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു പോകുന്നു. കർഷകൻ അകലിൽ നിന്ന് ഇതൊക്കെ നോക്കി സന്തോഷിച്ചു. അവൻ എത്ര ഉത്തരവാദിത്വത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു ദിവസം രാത്രി കടലിന് മുകളിൽ മേഘങ്ങൾ ഇരുണ്ടുകൂടി. കാറ്റ് വീശി. ഒരു കൊടുങ്കാറ്റ് വരുന്നു. കാറ്റിൽ ജനാലകൾ അടയുന്ന ശബ്ദം കേട്ട് കർഷകൻ ഉണർന്നു. അയാൾ വിളക്കെടുത്തുകൊണ്ട് യുവാവിന്റെ മുറിയിലേക്ക് ഓടി. യുവാവ് സുഖമായി ഉറങ്ങുകയായിരുന്നു. കർഷകൻ അലറി, കൊടുങ്കാറ്റ് വരുന്നു, എഴുന്നേൽക്കൂ. യുവാവ് ശാന്തനായി പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ കൊടുങ്കാറ്റ് വന്നാലും എനിക്ക് ഉറങ്ങാൻ കഴിയുമെന്ന്. കർഷകൻ ഇത് കേട്ട് ദേഷ്യം വന്ന് പുറത്തേക്ക് പോയി. പക്ഷെ പുറത്ത് കണ്ട കാഴ്ച അയാളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. കന്നുകാലികളൊക്കെ കൂട്ടിനുള്ളിൽ പൂട്ടിയിരിക്കുന്നു. കൃഷിയിടങ്ങൾ ടാർപോളും കൊണ്ട് മൂടിയിരിക്കുന്നു. ഒന്നും കാറ്റിൽ പറഞ്ഞിട്ടില്ല. ആ മഴയിലും കാറ്റിലും നിൽക്കുമ്പോൾ യുവാവ് പറഞ്ഞതിന്റെ അർത്ഥം അയാൾ മനസ്സിലാക്കി തുടങ്ങിയത്, തയ്യാറായിരിക്കുന്നവന് ഭയം വേണ്ട, അവന് ഏത് കൊടുങ്കാറ്റിലും ഉറങ്ങാൻ കഴിയും. കൃഷിക്കാരൻ സമാധാനമായി ഉറങ്ങി. ജീവിതത്തിലും ഇതുപോലുള്ള കൊടുങ്കാറ്റുകൾ വരും. പക്ഷേ തയ്യാറായിരിക്കുന്ന ഒരാളിന് ഭയം വേണ്ട. തയ്യാറായിരിക്കുന്നവർക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയും, ഏത് കൊടുങ്കാറ്റ് വീശുമ്പോൾ.